സ്നേഹിതരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് അല്പസമയത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എല്ലാ തൊഴിലുകൊണ്ടും ലാഭം ലഭിക്കും, അധര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ. ഒരിക്കൽ കൂടി ആ സദൃശവാക്യം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ തൊഴിലുകൊണ്ടും ലാഭം ലഭിക്കും, അധര ചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ. അധ്വാനത്തിൻ്റെ ഫലം തിന്നുന്നതിലുള്ള സന്തോഷം അങ്ങനെ ജീവിക്കുന്നവർക്ക് നന്നായി അറിയാം. അത് ഒരു ആത്മസംതൃപ്തിയുടെ അനുഭവമാണ്. അധ്വാനിക്കാതെ ലഭിക്കുന്നത് നഷ്ടമാകുമ്പോൾ അതിൻ്റെ പൊരുൾ നാം അറിയുന്നില്ല. ഒരു കൊച്ചു ബാലന് മുത്തശ്ശൻ എന്നും രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു 2 രൂപ തുട്ട് നൽകും. അവൻ്റെ അന്നത്തെ ചിലവുകൾക്ക് വേണ്ടിയുള്ള 2 രൂപ തുട്ടാണ്. ഈ 2 രൂപ തുട്ടുമായി ഈ ചെറുപ്പക്കാരൻ വരുമ്പോൾ ഈ ബാലനെ പറ്റിക്കുവാൻ അറിയാവുന്നൊരു സംഘം അവിടെയുണ്ട്. അവർ അവനോട് പറയും, നീ ധൈര്യമുള്ളവനാണെങ്കിൽ ഈ 2 രൂപ ഈ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയുക. അവൻ്റെ കയ്യിൽ 2 രൂപ ഉണ്ട് എന്നവർക്കറിയാം. അവനെ ഒന്ന് പ്രകോപിപ്പിച്ചാൽ അവൻ വലിച്ചെറിയും, അവൻ്റെ ആ ധൈര്യത്തെ പുറത്തു കാട്ടുവാൻ വേണ്ടി. ഇവർ 2 പ്രാവശ്യം ചോദിക്കുമ്പോൾ നീ ധൈര്യമുള്ളവനാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഇവന് 2 രൂപ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ധൈര്യശാലിയാണ് എന്ന ഭാവത്തിൽ നടന്നു പോകും. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. അവനെറിയുന്ന 2 രൂപ തൊട്ട് അവർ എടുക്കും, അവരുടെ വഴിയെ പോകും. ഒരു ദിവസം രാവിലെ മുത്തശ്ശൻ ഈ 2 രൂപ തൊട്ട് ഈ ബാലന് നൽകിയില്ല. അവനോട് പറഞ്ഞു, ഇന്ന് നിനക്ക് 2 രൂപ കിട്ടണമെങ്കിൽ നീ അധ്വാനിക്കണം. ആ വാരാന്ത്യത്തിൽ വിറക് കീറുക എന്നുള്ളതാണ് അവന് ലഭിച്ച ജോലി. ആവശ്യമായ വിറക് കീറുന്നതിന് മുതിർന്നവരെ അവൻ സഹായിച്ചു. അതിൻ്റെ പ്രതിഫലമായി 5 2 രൂപ തുട്ടുകൾ അവന് ലഭിക്കുകയും ചെയ്തു. ഞായറാഴ്ചയായി. തിങ്കളാഴ്ചയായപ്പോൾ അവൻ്റെ കയ്യിൽ 5 തുട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ അപ്പച്ചൻ ചോദിച്ചു, നിൻ്റെ കയ്യിലുണ്ടല്ലോ? അവൻ പറഞ്ഞു, ഉണ്ട്. വഴിയിൽ ചെന്നപ്പോൾ ഈ ആളുകൾ വീണ്ടും അവിടെ ഇരിക്കുകയാണ്. അവർ പറഞ്ഞു, നീ ധൈര്യമുള്ളവനാണെങ്കിൽ നിൻ്റെ കയ്യിലുള്ള 2 രൂപ ഈ പൊട്ടക്കിണറ്റിലേക്ക് എറിയുക. ഇക്കുറി ആ ബാലൻ പറഞ്ഞു, എറിയുവാൻ കഴിയില്ല. അവർ ചോദിച്ചു, കാരണം എന്താണ്? ഈ 2 രൂപയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ 2 രൂപ ഞാൻ അധ്വാനിച്ച് നേടിയതാണ്, ഞാൻ വിയർപ്പൊഴുക്കി നേടിയതാണ്. അതുകൊണ്ട് വെറുതെ വലിച്ചെറിയുവാൻ എനിക്ക് കഴിയില്ല. അതുതന്നെയാണ്, ആ കഥയുടെ പൊരുൾ തന്നെയാണ് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ തൊഴിലും ലാഭമുണ്ട്, അധര ചർവണം കൊണ്ടോ ഞെരുക്കമേ ഉണ്ടാവുകയുള്ളൂ. വിയർപ്പിൻ്റെ ഭക്ഷണമാണ് തൊഴിൽ കൊണ്ടുള്ള ഏറ്റവും വലിയ ലാഭം എന്ന് നമുക്കറിയാം. അനുഭവ സമ്പത്തുള്ള എല്ലാവരും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിയർപ്പിൻ്റെ ഭക്ഷണത്തിന് രുചി കൂടും. എവിടെയൊക്കെയാണ് ഭക്ഷണത്തിന് രുചി കൂടുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. നല്ലൊരു പാചകക്കാരൻ മാത്രം ഉണ്ടായാൽ പോരാ. ഭക്ഷണത്തിന് രുചി കൂടണമെങ്കിൽ ആ ഭക്ഷണം നമ്മുടെ വിയർപ്പ് കൊണ്ട് നാം അധ്വാനിച്ച് നേടുന്ന വിഭവങ്ങൾ കൊണ്ടുള്ള ഭക്ഷണമാകണം. അത് ആർക്കെങ്കിലും വേണ്ടി പങ്കുവയ്ക്കുവാൻ നാം തയ്യാറാക്കുന്ന ഭക്ഷണം ആകണം. കഠിനാധ്വാനം ഒരു ജീവിത തപസ്യയാകുമ്പോഴാണ് എല്ലാ തൊഴിലുകൊണ്ടും ലാഭമുണ്ട് എന്ന ഈ സദൃശവാക്യത്തെ മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരു യാഥാർത്ഥ്യമുള്ളത്, എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട്. സാങ്കേതിക അറിവിനും മികവിനും അംഗീകാരം ലഭിക്കുന്നുവെങ്കിലും ഓരോ തൊഴിലും അനിവാര്യമാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആവശ്യമാണ്, പ്രധാനമാണ് എന്ന് ഓരോരുത്തരും തിരിച്ചറിയുന്ന അനുഭവമാണ്. എല്ലാ തൊഴിലുകൊണ്ടും ലാഭം ഉണ്ടാകുന്നുവെന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ലാഭത്തെക്കുറിച്ചാണ് ഇവിടെ നാം
സംസാരിക്കുക. തൊഴിൽ ചെയ്താൽ നേട്ടമുണ്ടാകും എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള നേട്ടത്തെക്കുറിച്ചാണ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്നത്? തീർച്ചയായും ഏത് തൊഴിലിനും ഒരു പ്രതിഫലം ലഭിക്കും, ഒരു ശമ്പളം ലഭിക്കും. അതിന് തീർച്ചയായും സാമ്പത്തികമായ പ്രതിഫലത്തിൻ്റെ ഒരു തലമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയോടെ തൊഴിൽ ചെയ്യുന്നൊരു വ്യക്തിയുടെ ലാഭം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ലഭിക്കുന്ന ആത്മസന്തോഷമാണ്. നാം ചെയ്യുന്ന കാര്യങ്ങൾ തൃപ്തിയോടെ ചെയ്താൽ, സന്തോഷത്തോടെ ചെയ്താൽ ലഭിക്കുന്ന ഒരു അനുഭവമുണ്ടല്ലോ, ആ അനുഭവമാണ് ഒരു തൊഴിലിൻ്റെ യഥാർത്ഥ ലാഭം. ആ ലാഭം ഒരു സാമൂഹിക സന്തോഷത്തിൻ്റെയും ഭാഗമാണ്. പ്ലംബർ ഒരു വീട്ടിൽ ചെന്നു, ആ വീട്ടിലെ ലീക്ക് തീർത്തു. ആ വീട്ടിലെ മുത്തശ്ശി കരം പിടിച്ച് ഒരു നന്ദി പറയുമ്പോൾ ആ പ്ലംബറിനുണ്ടാകുന്ന സന്തോഷം. ഒരു ഷെഫ് നല്ലൊരു ഭക്ഷണമുണ്ടാക്കി, ഭക്ഷണം കഴിക്കുവാൻ വന്ന മുതിർന്നൊരാൾ ആ ഭക്ഷണം ഇഷ്ടപ്പെട്ടു എന്ന് വന്ന് പറയുമ്പോഴുള്ള ആ സന്തോഷം. അതുപോലെ തന്നെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പുഞ്ചിരിയോടുകൂടി ചെയ്യുമ്പോൾ, സന്തോഷത്തോട് ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്നൊരു സന്തോഷം. എൻ്റെ ഈ പ്രവൃത്തി അത് മറ്റുള്ളവർക്ക് സന്തോഷത്തിന് കാരണമായി തീരുന്നുവെന്ന ബോധ്യത്തോടെ ചെയ്യുമ്പോൾ, എൻ്റെ ഈ പ്രവൃത്തി അതുകൊണ്ട് മറ്റുള്ളവർ ആനന്ദിക്കുന്നു എന്ന ബോധ്യത്തോടെ ചെയ്യുമ്പോൾ എന്തുമാത്രം സന്തോഷമാണുള്ളത്. ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന അനുഭവമല്ല. സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ നിർമ്മിതിയുടെ സമയത്തുള്ള ഒരനുഭവം ഒരിക്കൽ നാം ഓർത്തതാണ്. സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ നിർമ്മാതാവ്, അതിൻ്റെ ആർക്കിടെക്റ്റ് റിച്ചാർഡ് റെൻ ഒരുപക്ഷെ ആ സ്ഥലത്ത് കാണുവാനായിട്ട് വന്നു. റിച്ചാർഡ് ക്രിസ്റ്റഫർ റെന്നിൻ്റെ ഈ സാന്നിധ്യം ഈ തൊഴിലിടത്താകെ ഒരു പുതിയ പ്രസരിപ്പ് നൽകി. അദ്ദേഹം കടന്നു വരുമെന്നുള്ള അറിവ് തന്നെ അവിടെ പുതിയ ഊർജം പകർന്നു. പക്ഷേ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളെപ്പോലെ അവരുടെ ഇറുകിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്റ്റഫറിനെ ആർക്കും മനസ്സിലായില്ല. ഓരോരുത്തരാടെ കുശലം പറഞ്ഞുകൊണ്ട് സർ ക്രിസ്റ്റഫർ റെൻ അതുവഴി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോരുത്തരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരാൾ പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലയോ, ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യുകയാണ്. വേറൊരാൾ പറഞ്ഞു, ഞാൻ മണലരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലയോ? വേറൊരാൾ പറഞ്ഞു, ഞാൻ ഈ ചെയ്യുന്നത് എന്നെ ശമ്പളത്തിന് വേണ്ടിയുള്ള കാര്യമാണ്. അങ്ങനെ ഓരോരുത്തരും അവരുടെ മറുപടികൾ പറഞ്ഞു. ചെറുപ്പക്കാരനായ ഒരാൾ വളരെ ശുഷ്കാന്തിയോടുകൂടി മണ്ണ് ചുമക്കുന്നത് കണ്ട് ക്രിസ്റ്റഫർ റെൻ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഒരു വലിയ കത്തീഡ്രൽ നിർമ്മിക്കുകയാണ്. വിശ്വവിഖ്യാതനായ ആർക്കിടെക്റ്റ് ക്രിസ്റ്റഫർ റെന്നിനോട് ചേർന്ന് ഐ ആം ബിൽഡിംഗ് എ കത്തീഡ്രൽ. ജനം സന്തോഷത്തോടെ വന്ന് ആത്മനിർവൃതിയോടുകൂടി നാളെ ദിവസങ്ങളിൽ ആരാധിക്കാൻ പോകുന്ന ഒരു ആരാധനാലയത്തിൻ്റെ നിർമ്മിതിയിലാണ് ഞാൻ. ആ സന്തോഷത്തിലാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, അതാണ് എല്ലാ തൊഴിൽ കൊണ്ടും ലാഭമുണ്ട് എന്ന് പറയുമ്പോൾ അത് ആ സായന്നത്തിൽ ലഭിക്കുന്ന ശമ്പളമല്ല, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ദർശനങ്ങൾ, നാം ചെയ്യുന്നതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള അവബോധം, ആത്മീയ സന്തോഷം. എല്ലാ തൊഴിലിലും ലാഭമുണ്ട് എന്ന് പറയുമ്പോൾ സർവം ഉപേക്ഷിച്ചു പോയ എത്രയോ പേർ എന്ത് ലാഭം നേടി? മിനിക്വായ് ദ്വീപിലേക്ക് കുഷ്ഠരോഗികൾ ഒന്നൊന്നായി അയക്കപ്പെട്ടപ്പോൾ ആ ദ്വീപ് കുഷ്ഠരോഗികളുടെ സങ്കേതമായി മാറി. അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ഫാദർ ഡാമിയൻ നിയോഗിക്കപ്പെട്ടു. ശുശ്രൂഷയ്ക്കായി അവിടേക്ക് പോകുമ്പോൾ ഫാദർ ഡാമിയൻ അറിയാമായിരുന്നു താനും ഒരു നാൾ ഈ രോഗത്തിന് അടിമയായി തീരുമെന്ന്, രോഗാവസ്ഥ തന്നെയും തേടി വരുമെന്ന്. അദ്ദേഹം ആ അറിവോടുകൂടി പോകുമ്പോഴും ഓരോ രോഗിയിലും, ഓരോ രോഗിയുടെ വേദനയിലും ഞാൻ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവരെ ശുശ്രൂഷിക്കുന്നത്, ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്ന സന്തോഷം എനിക്കേകി എന്ന് പറയുമ്പോൾ എല്ലാ തൊഴിലിലും ലാഭമുണ്ട് എന്ന സദൃശവാക്യക്കാരൻ്റെ ഈ വാക്കുകൾക്ക് എത്രയോ ആഴമേറിയ അർത്ഥം ലഭിക്കുകയാണ്. മദർ തെരേസ അൽബേനിയയിൽ നിന്ന് കൽക്കട്ടയുടെ തെരുവുകളിലെത്തി. ആ തെരുവുകളിൽ വേദന അനുഭവിക്കുന്നവരുടെ, പ്രയാസത്തിലിരിക്കുന്നവരുടെ, കഷ്ടപ്പെടുന്നവരുടെ അരികിലെത്തി
അവരുടെ മുറിവ് കെട്ടി കണ്ണുനീരൊപ്പിയപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ മുറിവ് കെട്ടുന്നു, ക്രിസ്തുവിൻ്റെ കണ്ണുനീരൊപ്പുന്നുവെന്ന ബോധ്യത്തോടുകൂടി ഇടപെട്ടതിനെക്കുറിച്ച് എത്രയെത്ര നാം വായിച്ചിട്ടുണ്ട്. ഡോക്ടർ സോമർവെൽ മിഷണറി വരിയനായി കടന്നു വന്നു. അന്ന് അനസ്തീഷ്യയുടെ സാധ്യതകളില്ല. രോഗക്കിടക്കയിൽ ഒരു ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുന്ന ഒരു രോഗിയുടെ അടുക്കൽ വന്നിരുന്ന് അദ്ദേഹം ഫ്ലൂട്ട് വായിക്കും. ആ ഫ്ലൂട്ട് വായിച്ച് രോഗിയെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഓപ്പറേഷൻ നടത്തും. ആ അനുഭവത്തെക്കുറിച്ചാണ് കവി കത്തിയും മുരളിയും എന്ന ശ്രദ്ധേയമായ കവിത എഴുതിയിരിക്കുന്നത്. താൻ ആ കത്തി വെച്ച് സൗഖ്യം നൽകുന്നത് പോലെ തന്നെ തൻ്റെ ഒടക്കുഴൽ വെച്ചും സൗഖ്യം നൽകുന്നു എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഇടപെടലുകളാണ് നാം കാണുന്നത്. എല്ലാ തൊഴിലും അത് ലാഭം നൽകുന്നതാണ്, അത് സന്തോഷം നൽകുന്നതാണ്. നാം ചെയ്യുന്ന കാര്യങ്ങൾ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ആഘോഷമായി മാറുവാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്, അതിന് ഒരു മറുവശമുണ്ട്. എന്താണ് ആ മറുവശം? കഠിനാധ്വാനത്തിൻ്റെ മറുവശം അധര ചർവണം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അധര ചർവണം മടിയന്മാരുടെ ലക്ഷണമാണ്. എന്താണ് വാക്കിൻ്റെ അർത്ഥം? അധരങ്ങൾ അനങ്ങിക്കൊണ്ടേയിരിക്കും, അധരങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും നടക്കുകയില്ല. വാചക വീരന്മാരാണവർ, വാചക കസർത്തുകൾ അവർ നടത്തും, പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്രാവർത്തികമാക്കുവാൻ അവർക്ക് കഴിയുകയില്ല. അതിൻ്റെ ഏറ്റവും മനോഹരമായൊരു ഉദാഹരണമാണ് വ്യാജമായ വാഗ്ദാനങ്ങൾ. പല തലങ്ങളിൽ തിരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുള്ളവരാണ് നാം. തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനാർത്ഥി ഒരു വാഗ്ദത്ത പട്ടിക നൽകും, വാഗ്ദാനങ്ങളുടെ പട്ടിക. അതിൽ ഏറിയ പങ്കും വാഗ്ദാനങ്ങളായി മാത്രം അവരുടെ കാലാവധി തീർന്നാലും അവശേഷിക്കും. അതുതന്നെയാണ് അധരചർവണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർത്ഥശൂന്യമായ സംഭാഷണങ്ങൾ, അധരചർവം പാടില്ല എന്ന് പറയുമ്പോൾ ഈ അധരചർവണം എന്താണ് എന്ന് നാം ഒന്ന് ആഴമായി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് അധരചർവണം? ഒരു വ്യക്തി സംസാരിക്കുന്നത് നാം കേൾക്കുന്നുവെന്ന് കരുതുക. ആ വ്യക്തിയുടെ അരികിൽ നാം ആയിരിക്കുന്നു എന്ന് കരുതുക. എത്ര നേരം ആ വ്യക്തി സംസാരിച്ചാലും അതിൽ നിന്ന് നമുക്ക് ഒന്നും ലഭിക്കുന്നില്ല, ഒന്നും നേടുവാനില്ല, ഒരു ലാഭവുമില്ല. ആ അർത്ഥശൂന്യമായ വാക്കുകളുടെ പ്രകടിത ഭാവങ്ങൾ മാത്രം. അതാണ് അധരചർവണം. ഒരു നന്മയ്ക്കും അത് പ്രേരണയാകുന്നില്ല. നമ്മെ നന്മയിലേക്ക് വഴി നടത്തുന്ന, നന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരനുഭവവും അവിടെ ഉണ്ടാകുന്നില്ല. അത് കേട്ടിരിക്കുന്നവർ ആസ്വദിക്കുന്നില്ല. അധരചർവണം നടത്തുന്ന ഒരാളോടുകൂടെ സായാഹ്ന യാത്രയ്ക്കിറങ്ങിയ ഒരാൾ ഈ ആളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നായിരിക്കും ഉള്ളുകൊണ്ട് പറയുന്നത്. അതാണ് അധരചർവണത്തിൻ്റെ ലക്ഷണം. അത് കൂടുതലും സ്വയം പ്രശംസയെക്കുറിച്ചായിരിക്കും, അല്ലാതെ അവരുടെ നന്മയെക്കുറിച്ച് ഒരിക്കലും ആവുകയില്ല. അത് ഘടനാപരമായി ആശയസമ്പുഷ്ടമായ ഒരു സംഭാഷണമാകണമെന്നില്ല. അത് വെറും വാക്കുകൾ കൊണ്ട് നിറഞ്ഞ അനുഭവമാകാം. അത് ഒരു പ്രശ്ന പരിഹാരത്തിനും കാരണമാവുകയില്ല. പ്രശ്നങ്ങളുടെ വിലയിരുത്തലോ പരിഹാര മാർഗനിർദ്ദേശങ്ങളോ അതിലുണ്ടാവുകയില്ല. അതിൽ ഒരു സാന്ത്വനമില്ല, വൈകാരികമായ ഇടപെടലില്ല. അതിൽ തീരുമാനങ്ങളില്ല, തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായവുമില്ല. അതിൽ കേട്ടുകൊണ്ടിരിക്കുന്നയാളുടെ മറുവശം, അയാൾക്ക് പറയുവാനുള്ളത് എന്താണെന്ന് കേൾക്കുവാൻ താല്പര്യമില്ല. അതിൽ സംഘർഷങ്ങൾക്ക് അയവില്ല, സംഘർഷങ്ങൾക്ക് പരിഹാര സാധ്യതകളുടെ അന്വേഷണമില്ല. അതിൽ ഓർത്തിരിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥ. അത് ഒരു കാലത്തും പ്രാവർത്തികമാകാത്ത ചില വാഗ്ദാനങ്ങളുടെ പ്രഘോഷണങ്ങൾ മാത്രം. അതിൽ സ്വപ്നങ്ങളില്ല, അതിൽ ദർശനങ്ങളില്ല, അതിൽ പ്രചോദനങ്ങളില്ല. അധരചർവണത്തിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും? ഞാനീ ഓർമ്മപ്പെടുത്തുകയാണ്. ഞരക്കം, ദാരിദ്ര്യം, പട്ടിണി എന്നിവയായിരിക്കും. പ്രയോജനശൂന്യമായ വാക്കുകളിൽ ആശ്രയം വെച്ച്
ജീവിക്കുവാൻ ശ്രമിച്ചാൽ ഒടുവിൽ അത് പട്ടിണിയിൽ കലാശിക്കും എന്ന ഓർമ്മപ്പെടുത്തൽ. എന്താണ് ഈ സദൃശവാക്യം നമുക്ക് നൽകുന്ന പ്രായോഗികമായ പാഠങ്ങൾ? ജീവിത വിജയം തേടിയെത്തുന്നത് അധ്വാനിക്കുന്നവരെയാണ്, അധര ചർവണം നടത്തുന്നവരെയല്ല. ആഗ്രഹങ്ങളെക്കുറിച്ച് വെറുതെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ പോരാ, ആ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കുവാനായി പ്രയത്നിക്കുവാൻ നമുക്കാകണം. കഠിനമായ അധ്വാനം കൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകുന്നു? ഞാനീ ഓർമ്മപ്പെടുത്തുകയാണ്. കഠിനാധ്വാനം ലക്ഷ്യ സാക്ഷാത്കാരത്തിന് സഹായിക്കുന്നു. ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഒരു മാർഗമായി തൻ്റെ തൊഴിൽ അദ്ദേഹം കാണണം. ആ തൊഴിലിലൂടെ ആത്മാർത്ഥമായി ഇടപെടുകയാണെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങളെ നേടുവാനാകും, സാക്ഷാത്കരിക്കുവാനാകും. ജീവിത ലക്ഷ്യ സാക്ഷാത്കാരം ജീവിത വിജയത്തിന് കാരണമായി തീരുകയും ചെയ്യും. കഠിനമായ അധ്വാനം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ മികവിനെ വർദ്ധിപ്പിക്കുന്നു, വികസിപ്പിക്കുന്നു. ദ സ്കിൽ ഡെവലപ്മെൻറ്റ്, അറിവിൻ്റെ അഗാധകളിലേക്കുള്ള ഊളിയിട്ടുള്ളൊരു പോക്കാണ് കഠിനാധ്വാനം. അത് തീർച്ചയായും നമുക്ക് സാമ്പത്തിക ഭദ്രത നൽകുന്നു. കഠിനമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും സാമ്പത്തികമായൊരു ഭദ്രത മിക്കവാറും ലഭിക്കുന്നുവെന്നുള്ളത് നാം തിരിച്ചറിയണം. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു സാമൂഹിക സുരക്ഷിതത്വ ബോധം. കഠിനമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. കാരണം ആ കുടുംബത്തിൽ ഒരു അണ പോലും അന്യായമായി വരുന്നില്ല, അവരിൻ്റേത് അപഹരിച്ചത് വരുന്നില്ല, അവരെൻ്റെ കണ്ണുനീരിന് കാരണമായത് വരുന്നില്ല, അവരൻ ശാപവാക്കുകളോടുകൂടി നൽകിയത് വരുന്നില്ല, അവരൻ ഹൃദയവ്യഥയോടുകൂടി വേദനയോടുകൂടി നൽകിയത് വരുന്നില്ല. ഇതൊക്കെയും നേടിയെടുത്തിട്ട് ഒരു സന്തോഷവുമില്ലാതെ ഒരു സമാധാനവുമില്ലാതെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? കഠിനമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഒരു സന്തോഷം, ഒരു സുരക്ഷിതത്വ ബോധം ലഭിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു സംശുദ്ധമായ മനസാക്ഷി. നാം എന്തൊക്കെ നിരസിക്കുവാനായി ശ്രമിച്ചാലും നമുക്കെല്ലാവർക്കും അറിയാം മനസാക്ഷി കുത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരുപക്ഷെ ആർത്തി നമ്മുടെ കണ്ണുകളെ മഞ്ഞളിച്ചേക്കാം, ആർത്തി നമ്മുടെ കണ്ണുകളെ മൂടിക്കെട്ടിയേക്കാം. ഏത് വഴിയിലൂടെയാണെങ്കിലും എനിക്കും കിട്ടണം പണം എന്നത് മാത്രം നമ്മുടെ ആപ്തവാക്യമായേക്കാം. എങ്കിലും ഓർക്കുക, എങ്ങനെയൊക്കെ നേടി എന്തൊക്കെ സൗധങ്ങൾ തീർത്താലും ആ നേടിയത് നേരായ വഴിയിൽ അല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു മനസാക്ഷി കുത്ത് ഉണ്ടാകും. ആ കുത്ത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത അനുഭവമാണ്. ഒരിക്കലും പിടിക്കപ്പെടുകയില്ല എന്ന് കരുതിയ എത്രയോ കേസുകൾ പിടികിട്ട പുള്ളികളായി പ്രഖ്യാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞൊരു കേസിനെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് നാം വായിച്ചു. ഒരു മനുഷ്യൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന് ഒരു കേസ് നടന്ന് ഏകദേശം 20 വർഷങ്ങൾക്കിപ്പുറം പറഞ്ഞു, ഞാനാണ് ആ തെറ്റ് ചെയ്തത്. പോലീസുകാർക്ക് അതിൻ്റെ സാങ്കത്യം മനസ്സിലായില്ല. എന്തിനാണ് ഈ മനുഷ്യൻ ആരും അന്വേഷിച്ചു പോകാതെ ഇങ്ങോട്ട് വന്ന് താനാണ് ഈ തെറ്റ് ചെയ്തതെന്ന് ഏറ്റു പറയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ആരും പിടിച്ചില്ല, ഇനിയൊട്ട് പിടിക്കുകയുമില്ല, പക്ഷേ മനസാക്ഷിയോടെ ഉറങ്ങാൻ എനിക്കാകുന്നില്ല, മനസാക്ഷി കുത്തുകൊണ്ട് ഉറങ്ങാൻ എനിക്കാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വന്ന് ഏറ്റുപറഞ്ഞ് അപരാധങ്ങൾ ക്ഷമിക്കണമേ എന്ന് ആ ബാധിതരായ വ്യക്തിയുടെ കുടുംബത്തോട് പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങിക്കഴിയുമ്പോൾ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ എനിക്കാകും. കഠിനമായ അധ്വാനം അത് വ്യക്തിത്വ വികസനത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന അനുഭവമാണ്. ജീവിതം ഉന്നതങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. എന്നാൽ ഉന്നതങ്ങളിലേക്കുള്ള യാത്ര ഓരോ പടിയായി നാം സഞ്ചരിക്കേണ്ടുന്ന യാത്രയാണ്. ഈ ഓരോ പടിയിലേക്കും നമ്മെ കരം പിടിച്ച് കയറ്റുന്ന അനുഭവമാണ് കഠിനാധ്വാനത്തിൻ്റെ അനുഭവം. കഠിനാധ്വാനത്തിലൂടെ നമുക്ക്
ലഭിക്കുന്നൊരു സാമൂഹിക അംഗീകാരമുണ്ട്. ഏത് മേഖലയിലും പ്രാമുഖ്യം നേടിയവരെ ആളുകൾ അന്വേഷിച്ചെത്തുക തന്നെ ചെയ്യും. വളരെ കുഞ്ഞുകാലം മുതൽ തന്നെ പഠിക്കുവാൻ മിടുക്കനായിരുന്നു ഈ ബാലൻ അവൻ്റെ ജീവിതത്തിലെ സ്വപ്നം ഡോക്ടറാകണമെന്ന് മാത്രമല്ല, ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ജനിച്ചു വീഴുമ്പോൾ പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളെ ജനിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ തിരുത്തി ആരോഗ്യമുള്ളൊരു ജീവിതം ജീവിപ്പാൻ അവരെ സഹായിക്കണമെന്ന് തൻ്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞ ഈ ബാലൻ പീഡിയാട്രിക്സും അതിനുശേഷം നിയോനേറ്റൽ പീഡിയാട്രിക്സിലും സ്പെഷ്യലൈസ് ചെയ്തു. ഒരു വശത്ത് നിൽക്കുകയാണ്. ആ ബാലനോടൊപ്പം വളർന്ന അവൻ്റെ പ്രിയ കൂട്ടുകാരി വിവാഹിതയായി, ഗർഭിണിയായി. കുഞ്ഞ് ജനിക്കുമ്പോഴാണ് വളരെ വളരെ സങ്കീർണമായൊരു പ്രശ്നം തിരിച്ചറിയുന്നത്. ആ കുഞ്ഞിൻ്റെ ശ്വാസനാളം ചെന്നെത്തി നിൽക്കുന്നത് ആമാശയത്തിലും, ആ കുഞ്ഞിന് ഭക്ഷണം കഴിക്കേണ്ടുന്ന നാളം ചെന്നെത്തി നിൽക്കുന്നത് ആ കുഞ്ഞിൻ്റെ ലങ്സിലുമാണ്. എന്തു ചെയ്യും? കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഈ ജനിച്ച കുഞ്ഞുങ്ങളുടെ പ്രതിസന്ധികളെക്കുറിച്ച് പഠിച്ച തൻ്റെ കൂട്ടുകാരനെ ഓർത്തത്. രണ്ടാമത് ചിന്തിക്കാതെ ഈ കുഞ്ഞിനെ അവൻ്റെ അരികിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത പടി. സാങ്കേതിക മികവ്, അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഴമായി പഠിച്ചിട്ടുള്ളൊരു കൂട്ടുകാരൻ തനിക്കുണ്ട് എന്നുള്ള അറിവ് ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷയ്ക്കായിത്തീർന്നു. അവൻ പറഞ്ഞു, 5 മാസത്തെ സ്കാനിൽ തന്നെ ഇത് തിരിച്ചറിയേണ്ടതാണ്. പക്ഷേ എങ്കിലും ഇപ്പോഴെങ്കിലും എത്തിയതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ ആരോഗ്യമുള്ളൊരു കുഞ്ഞായി കൊണ്ടുപോകാൻ ആകുമെന്നുള്ള ഉറപ്പ്. അതാണ് കഠിനാധ്വാനത്തിൻ്റെ ആ സാമൂഹിക സ്വീകാര്യത എന്ന് നാം പറയുന്നത്. നേട്ടത്തിൻ്റെ ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ആ സർജറിക്കൊടുവിൽ ഈ ബാലന് ലഭിക്കുന്ന ഡോക്ടർമാരുടെ ബില്ലല്ല. ആ സന്തോഷമെന്ന് പറയുന്നത് അതിനൊടുവിൽ തൻ്റെ പ്രിയ കൂട്ടുകാരി കരം പിടിച്ച് മരിക്കുമെന്ന് കരുതിയ തൻ്റെ കുഞ്ഞിനെ തിരികെ നൽകിയതിനുള്ള സന്തോഷം പകരുന്ന ആ സന്തോഷാശ്രുക്കളാണ്. അതാണ് കഠിനാധ്വാനത്തിൻ്റെ ലാഭം എന്ന് നാം തിരിച്ചറിയണം. വളർച്ചയുടെ വിശാലമായ സാധ്യതകളിലേക്ക് അത് വിരൽ ചൂണ്ടുമ്പോൾ തന്നെ കഠിനാധ്വാനം അച്ചടക്കബോധത്തിലേക്കും സമയബോധത്തിലേക്കും നമ്മെ നയിക്കുന്ന അനുഭവങ്ങളായി മാറുന്നു. മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയുക കഠിനാധ്വാനത്തിലൂടെയാണ്. അധരചർവണം ആളുകൾ വെറുക്കുമ്പോൾ കഠിനാധ്വാനികളെ ആളുകൾ സ്നേഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. മറ്റുള്ളവർക്ക് മാതൃകയായി മാറുവാൻ, മറ്റുള്ളവർക്ക് പ്രോത്സാഹനമായി മാറുവാൻ പലപ്പോഴും കഠിനാധ്വാനം സഹായിക്കാറുണ്ട്. മാറ്റിവെക്കൽ ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ചെയ്യേണ്ടത് കഠിനാധ്വാനി ഇന്ന് ചെയ്യും. കഴിയുമെങ്കിൽ നാളെ ചെയ്യേണ്ടുന്നതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി ഇന്ന് ചെയ്യും. പക്ഷേ അധരചർവണക്കാരനോ ചെയ്യും എന്ന് പറയുന്നതല്ലാതെ അധരചർവണക്കാരൻ ചെയ്യുകയില്ല. ഇന്ന് ചെയ്യേണ്ടത് സായനത്തിലേക്ക് മാറ്റും, സായനത്തിൽ ചെയ്യേണ്ടത് നാളേക്ക് മാറ്റും, നാളെ ചെയ്യേണ്ടത് അടുത്ത ദിവസത്തിലേക്ക് മാറ്റും, അതിനടുത്ത ദിവസത്തിലേക്ക് മാറ്റും. ആ പ്രവൃത്തി ഒരിക്കലും പൂർത്തിയാകാത്ത ഒരു പ്രവൃത്തിയായി തുടർന്നുകൊണ്ടേയിരിക്കും. മടി അത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കഠിനാധ്വാനത്തിൻ്റെ മറ്റൊരു വശമാണ് മടിയും ഉറക്കവും. സദൃശവാക്യക്കാരൻ നിരന്തരം അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുറെ കൂടി ഉറക്കം, കുറെ കൂടി നിദ്ര, കുറെ കൂടി കൈകെട്ടിക്കിടക്ക. അങ്ങനെ പോയാൽ ദാരിദ്ര്യം വഴിപോക്കനെപ്പോലെയും ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും നിന്നെ തേടി വരും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. സദൃശവാക്യക്കാരൻ വ്യക്തമാക്കുകയാണ്, പ്രയത്നത്തിൻ്റെയും പ്രതിഫലത്തിൻ്റെയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ പ്രയത്നിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. മറുവശത്ത് അധരചർവണം ഒഴിവാക്കുക. അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക, കൂടുതൽ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഒരു നാവുണ്ട്, 2 ചെവികളുണ്ട്, 2 കൈകളുണ്ട്. അതിനർത്ഥം കുറവ് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക, കൂടുതൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. കഠിനാധ്വാനം അത് ജീവിത വിജയത്തിലേക്ക് വഴിവെക്കുന്ന യാഥാർത്ഥ്യമാണ്. സദൃശവാക്യക്കാരൻ, ജ്ഞാനി
തലമുറകൾക്ക് നൽകുന്ന ഈ ഉപദേശം വളരെ വളരെ ലളിതമാണ്. 2 തരത്തിൽ ജീവിക്കുവാൻ നമുക്കാകും. ഒന്ന്, നാം എന്ത് തൊഴിൽ ചെയ്യുന്നുവോ കഠിനമായി അധ്വാനിച്ച് ഉത്സാഹത്തോടെ ആ തൊഴിൽ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുവാൻ നമുക്കാകും. കഠിനാധ്വാനിയുടെ ജീവിതം. മറുവശത്ത് ഒരു ജോലിയും ചെയ്യാതെ അധരചർവണത്തിൻ്റെ ജീവിതം. വെറും വാക്കുകൾ മാത്രം പറഞ്ഞ്, വാഗ്ദാനങ്ങൾ മാത്രം പറഞ്ഞ് ജീവിക്കുന്നതായിട്ടുള്ള അനുഭവം. നാം ഇതിൽ ഏതു വിഭാഗത്തിൽ? അതിൻ്റെ പരിണിത ഫലവും വളരെ വ്യക്തമായി ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. അധ്വാനിച്ച് ജീവിക്കുന്നയാൾ ലാഭം കൊയ്യും. എല്ലാ തൊഴിൽ കൊണ്ടും ലാഭമുണ്ട്. എന്നാൽ അധ്വാനിക്കാതെ അധരചർവണം കൊണ്ട് മാത്രം ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരാളോ അധരചർവണം കൊണ്ടോ ഞെരുക്കമേ വരൂ, ദാരിദ്ര്യമേ വരൂ, പട്ടിണിയേ വരൂ, നാശമേ വരൂ എന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. അവഗാഹമായി തുടർന്നും പഠിക്കുവാൻ ഒരുപാട് സാധ്യതകൾ തുറക്കുന്ന ഒരു സദൃശവാക്യമാണിത്. സദൃശവാക്യങ്ങൾ 14 അധ്യായം 23 വാക്യം. ഒരിക്കൽ കൂടി നാം ഈ സദൃശവാക്യം കേൾക്കുമ്പോൾ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ മാറ്റങ്ങളെ ഈ സദൃശവാക്യത്തിൻ്റെ പഠനത്തിലൂടെ എനിക്ക് കാട്ടിത്തരണമേ എന്നത് നമ്മുടെ പ്രാർത്ഥനയാക്കാം. എല്ലാ തൊഴിൽ കൊണ്ടും ലാഭം ലഭിക്കും. അധര ചർവണം കൊണ്ടോ ഞെരുക്കം മാത്രമേ വരൂ.